ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ രാഗി വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രാഗി ഇഡ്ഡലിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ രാഗി ഇഡ്ഡലി എങ്ങനെ ചെയ്യാമെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് രാഗി എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിതിലേക്ക് പച്ചരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ചരിയും 1 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഒരു 1/4 കപ്പോളം ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് ഒരു 5-6 മണിക്കൂർ 6 മണിക്കൂറോളം നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 6 മണിക്കൂറോളം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ ഇതൊന്ന് 6 മണിക്കൂറിനൊക്കെ ശേഷം നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒഴിവാക്കിയിട്ട് നമ്മളൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഇത് അരക്കുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു സ്പൂണോളം ചോറ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചോറ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരക്കണ സാധാരണ നമ്മൾ പച്ചരി വെച്ചിട്ട് ഇഡ്ഡലിക്ക് അരക്കണ പോലെ തന്നെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ചൊരു മിക്സ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിത് രാത്രിയാണ് കേട്ടോ അരച്ച് വെക്കുന്നത്. അപ്പോൾ രാത്രി അരച്ച് വെച്ചിട്ട് നമുക്കൊരു 8 മണിക്കൂറോളം ഇതൊന്ന് ഈ ഒരു മിക്സ് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ രാത്രി അരച്ച് വെച്ചാൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ഇതാ നമ്മുടെ അരച്ച് വെച്ച മാവ് നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ബാറ്റർ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയിട്ടെടുക്കുക. അതിനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് തിളച്ചിട്ട് വരുമ്പോൾ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുക. ഇഡ്ഡലി തട്ടിൽ ചെറുതായിട്ട് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നീട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ ഇഡ്ഡലി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണല്ലോ തയ്യാറാക്കുക. പച്ചരി വെച്ചിട്ട് ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ രാഗിയൊക്കെ വെച്ചിട്ടൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കഴിക്കാൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഈ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏത് ചട്നീൻ്റെ കൂടെ സാമ്പാറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.